സ്വാതന്ത്ര്യദിന ആശംസകൾ. നേരത്തെ തന്നെ പറയാണ്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 78ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ റോഡിലൂടെ പതാകകൾ വിറ്റുകൊണ്ട് നടക്കുന്ന ഒരു ചേട്ടനെയാണ് ഞാൻ കണ്ടത്. ഈ ചേട്ടൻ ഏകദേശം ഒരു ദിവസം എത്ര കിലോമീറ്റർ നടക്കും ചേട്ടൻ? 10-35 കിലോമീറ്റർ നടക്കും. ചേട്ടന്റെ പേരെന്തുവാ? കണ്ണപ്പൻ. കണ്ണപ്പൻ ചേട്ടന്റെ സ്ഥലം എവിടെയാ? കേരളപുരത്താണ്. അപ്പോ 35 കിലോമീറ്ററോളം ദിവസം നടന്നുകൊണ്ട് ദേശീയ പതാക വിൽക്കുന്ന ചേട്ടനാണിത്. കണ്ണപ്പൻ ചേട്ടൻ ഇപ്പൊ രാവിലെ ഇറങ്ങും. രാവിലെ 6 മണിക്ക് ഇറങ്ങും. 6 മണിക്ക് ഇറങ്ങും. കൊടിയൊക്കെ വിൽക്കാൻ പറ്റുന്നുണ്ടോ? ആണോ? സാധാരണ നമ്മൾ പ്ലാസ്റ്റിക്കിൽ കൊടി കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് ശരിക്കും തുണിയാണ്. ഓക്കെ, തുണിയിലാണ് ചേട്ടൻ ഈ ഒരു വിൽപ്പന നടക്കുന്നത്. ചെറിയത് വലുതപ്പം ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെ കേട്ടോ? 20, 30, 80, 100. 20 രൂപയ്ക്കും 30 രൂപയ്ക്കും 80 രൂപയ്ക്കും 100 രൂപയ്ക്കും ഒക്കെ ഈ ഒരു കൊടികൾ വിൽക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാല് നമ്മളിപ്പോ ഉള്ളത് കൊട്ടാരക്കരയിലാണ്. ചേട്ടന്റെ വീട് വരുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു 10-35 കിലോമീറ്റർ ദൂരെയാണ് അല്ലേ? ഞാൻ നടക്കുന്ന അവിടെ വരെ വെക്കുമ്പോൾ 10-35 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ ദിവസം 6 മണിക്ക് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്നതാണ്. അപ്പൊ ഈ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഈ ഭാഗത്തുള്ളവർ, അതായത് നമ്മളെ കേരളപുരം തൊട്ട് കൊട്ടാരക്കര വരെ നടക്കുന്നു. പിന്നെ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇല്ല, നേരെ വീട്ടിലോട്ട്. ആ നടപ്പ് കേരളപുരം ആണോ? ഓക്കെ, അപ്പൊ തിരിച്ച് അപ്പൊ ഈ ഭാഗത്തൊക്കെ ഈ ചേട്ടനെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കൊടി വാങ്ങിക്കണം. കാരണം നമുക്കറിയാം, ഓരോ ദിവസവും ഓരോ മനുഷ്യന്മാര് കഷ്ടപ്പെടാൻ വേണ്ടി എന്തെല്ലാമാണ് കാണിക്കുന്നത് അല്ലെ? അപ്പൊ ഈ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു 78ാം വാർഷികം എന്ന് പറയുമ്പോൾ ചേട്ടൻ എന്താണ് ഈ ഒരു പതാകയും കൊണ്ട് നടക്കുമ്പോൾ ഉള്ളിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഞാൻ ഒരു ജീവിതമാർഗം നോക്കിയതാ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ? അതെ, അതുകൊണ്ട് ഒരു ജീവിതമാർഗം എന്റെ ഇതിൽ കൂടി ഉണ്ടായെന്ന് ഞാൻ നോക്കുന്നു. ചേട്ടന്റെ വീട്ടിലാരൊക്കെയുള്ള? എന്റെ ഭാര്യ, 2 ആൺപിള്ളേര്, 2 മരുമക്കള്, 4 കൊച്ചുമക്കള്. ചേട്ടന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇതല്ലാതെ വേറെ ജോലി ഉണ്ടോ? ഉണ്ട്. ഇത് കഴിഞ്ഞാൽ ലോട്ടറി കച്ചവടം. ഇത് കഴിയുമ്പോൾ ലോട്ടറി കച്ചവടം. പിന്നീട് 15-ാം തീയതി കഴിഞ്ഞാൽ ലോട്ടറി കച്ചവടം. പിന്നെ ക്രിസ്മസ് വരുമ്പോഴത്തേക്ക് സ്റ്റാറിന്റെ കച്ചവടം ചെയ്യും 5 ദിവസത്തേക്ക്. സീസൺ അനുസരിച്ചുള്ള കച്ചവടങ്ങൾ. അപ്പൊ ഓണക്കാലം വരികയാണ്. അപ്പൊ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും ബമ്പറൊക്കെ എടുക്കുമായിരിക്കും. കച്ചവടത്തിന് എടുക്കും. അപ്പൊ ലോട്ടറി വിൽപ്പനയും അദ്ദേഹത്തിനുണ്ട്. സ്ഥിരമായിട്ട് പോകുന്നത് ലോട്ടറി വിൽപ്പനയാണ്. പിന്നെ സീസൺ അനുസരിച്ച് ഇപ്പൊ സ്വാതന്ത്ര്യദിനം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രിസ്മസോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സ്റ്റാറിന്റെ കച്ചവടം ഉണ്ട്. അപ്പൊ ഏതായാലും ചേട്ടന്റെ ഈ ഒരു ദേശീയ പതാകയുടെ ആ ഒരു കച്ചവടം നടക്കട്ടെ. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് ചേട്ടാ കാണാൻ പറ്റിയതില്. കച്ചവടമൊക്കെ ഒരുപാട് എങ്ങനെയായി നടക്കുന്നുണ്ട്. ഒന്നും തെറ്റില്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ട്. എല്ലാവരും പതാകയൊക്കെ വാങ്ങിക്കട്ടെ. ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ പറയാണ്. ക്യാമറമാൻ അൻഷാദിനൊപ്പം